ഈ ദിവസം ഒരു 30 വർഷം മുമ്പേ സേഠ് മഥുരാദാസ് മകൻ ഒരു നാണയം കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, വാമൻ, ഈ നാണയം ഒരു സാധാരണ നാണയം പോലെ തന്നെയാണ്. പക്ഷേ ഇത് സാധാരണമല്ല, ഇത് അത്ഭുതമുള്ള ഒരു നാണയമാണ്. ഇത് കാരണമാണ് എനിക്ക് ഈ ഗ്രാമത്തിലെ വലിയൊരു പണക്കാരനാകാൻ കഴിഞ്ഞത്. പക്ഷേ അച്ഛൻ ഈ നാണയം എവിടുന്നാണ് കിട്ടിയത്? അത് വലിയൊരു കഥയാണ് മോനെ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് 18-19 വയസ്സുള്ളപ്പോ ഗ്രാമത്തില് ഒരു മാരാരോഗം പടർന്നിട്ടുണ്ടായിരുന്നു. ഗ്രാമത്തിലെ എല്ലാവർക്കും അസുഖമായിരുന്നു. അവരുടെ ആരോഗ്യം നോക്കുന്നതായിരുന്നു എന്റെ ജോലി. ആ സമയത്ത് തന്നെ വളരെ ജ്ഞാനിയായ ഒരു സിദ്ധൻ ഈ ഗ്രാമത്തിൽ വന്നു. ഞാൻ എല്ലാവരെയും ശുശ്രൂഷിക്കുന്ന കണ്ടപ്പം അദ്ദേഹം ഈ നാണയം എനിക്ക് തന്നു. മകനെ, നീ ഈ ചെയ്യുന്ന ജോലി വളരെ നല്ലതാണ്. ഒരു സമ്മാനമായിട്ടാണ് ഞാൻ നിനക്ക് ഈ അത്ഭുതമുള്ള നാണയം തരുന്നത്. നിന്റെ കുടുംബത്തിൽ ഈ നാണയം ഉള്ളിടത്തോളം കാലം നിനക്ക് പണവും പ്രതാപവും എല്ലാം നേടാൻ കഴിയും. സന്തോഷമായി ജീവിക്കൂ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിൽ പടർന്ന മാരാരോഗം മാറി. പക്ഷേ ആ നാണയം ഞാൻ നേടിയതിനു ശേഷം ഞാൻ ചെയ്ത കാര്യങ്ങളിലെല്ലാം എനിക്ക് നല്ലതേ വന്നിട്ടുള്ളൂ. പക്ഷെ അച്ഛാ, നിങ്ങളും നന്നായിട്ട് പരിശ്രമിച്ചു കാണുമല്ലോ. പരിശ്രമം എല്ലാരും ചെയ്യാറുണ്ട്, പക്ഷേ അതിനെ നന്നായി വരുമെന്ന് ഉറപ്പില്ലല്ലോ. എനിക്ക് മനസ്സിലായില്ല. 10 വർഷം മുമ്പേ സർക്കാരിന്റെ ഒരു കോൺട്രാക്ട് ഇറങ്ങിയായിരുന്നു മണ്ണ് എടുക്കുന്നതിന്റെ. അതിന് ഗ്രാമത്തിലെ 5 വലിയ പണക്കാരായിരുന്നു അപേക്ഷ കൊടുത്തിരുന്നത്. കുറെ വർഷമായിട്ട് ആ കോൺട്രാക്ട് നേൻസുക്കിന് മാത്രമേ ലഭിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങള് കോൺട്രാക്ട് പുറത്തിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു. അപ്പോഴാണ് അധികാരി പുറത്തേക്ക് വന്നത്. മഥുര സാറേ, ഞങ്ങൾക്ക് മിഠായി മേടിച്ചു തരണം. ഈ പ്രാവശ്യം കോൺട്രാക്ട് നിങ്ങൾക്കാണ് കിട്ടിയത്. അവിടെ ഇരുന്ന എല്ലാവരുടെ മുഖം വാടി. നേൻസുക്കിന് ദേഷ്യം വന്നിട്ട് അവിടുന്ന് തുള്ളിക്കൊണ്ട് പുറത്തേക്ക് പോയി. ശരി അച്ഛാ, അച്ഛൻ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി. ഈ നാണയം നീ നിന്റെ ജീവനേക്കാൾ കൂടുതൽ സംരക്ഷിക്കണം. എന്നിട്ട് നിന്റെ മകന് കൊടുക്കണം. ശരി അച്ഛാ. ഇപ്പോ 30 വർഷത്തിന് ശേഷം വാമന് 70 വയസ്സായിട്ടുണ്ട്. അയാൾക്കിപ്പോ 1 അല്ല 2 മക്കളാണുള്ളത്. പക്ഷെ വാമന്റെ കയ്യില് ഒരു അത്ഭുത നാണയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ നാണയം ആർക്കാ കൊടുക്കണ്ടേന്ന് അയാൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ഇനി അച്ഛൻ തന്നെ എന്നോട് പറ, ഈ നാണയം നേടാനുള്ള യോഗ്യത ആർക്കാണ്? നരേന്ദ്രനോ അതോ വീരേന്ദ്രനോ? വാമന്റെ 2 ആൺകുട്ടികളും ആ ഗ്രാമത്തിലെ ബാഹുബലിയായിരുന്നു. അവർ രണ്ടുപേരിലും പണത്തിന്റെ അഹങ്കാരം ശരിക്കും ഉണ്ടായിരുന്നു. ഒരു ദിവസം അവരുടെ പഴയ ഒരു കൂലിക്കാരൻ അവർ രണ്ടുപേരുടെ അടുത്തേക്ക് വന്നു. സാറേ, എന്റെ മകളുടെ വിവാഹമാണ്. കടമായിട്ട് കുറച്ച് പണം നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. കടമോ? നിങ്ങൾക്ക് പ്രായം എത്രയെന്നാ? 60 വയസ്സായില്ലേ? കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുക. എപ്പോഴാ ഈ കടമെല്ലാം തീർക്കാൻ ഉദ്ദേശിക്കുന്നേ? സാറേ, നിങ്ങൾ എന്റെ ശമ്പളത്തിൽ നിന്ന് ആ പണം പിടിച്ചാ മതി. നിനക്ക് കിട്ടുന്ന ശമ്പളമാണ് 2000 രൂപ. അതിൽ നിന്നും ഞങ്ങള് പണം പിടിക്കുവാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ കഴിക്കാൻ പോകുന്നേ? അത് മാത്രമല്ല, വിവാഹം കഴിച്ചു പോയി നിങ്ങളുടെ മകളും ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷമായി കഴിയില്ലേ? ദയാനന്ദ് അവിടുന്ന് വളരെ വിഷമത്തോടു കൂടിയാണ് പോയത്. വാമൻ ഈ വിവരം അറിഞ്ഞപ്പോ തന്നെ സ്വയം ദയാനന്ദിന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ആ പണം അയാൾക്ക് കൊടുത്തു. ഇതൊരു കടമല്ല, ഇത് നിങ്ങളുടെ അധികാരമാണ് ദയാനന്ദ്. നിങ്ങൾ ഇത്രയും നാൾ ആത്മാർത്ഥത കാണിച്ചു, അതിന്റെ അധികാരം. ദയാനന്ദൻ കരഞ്ഞുപോയി. എന്നിട്ട് വാമന്റെ കാലേ വീണു. അതുകൊണ്ട് വാമൻ ചിന്തിച്ചു, ഇതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ജ്ഞാനിയുടെ അടുത്ത് സംസാരിക്കാമെന്ന്. അയാളുടെ ഭാഗ്യം കൊണ്ട് ആ ഗ്രാമത്തില് ഒരു ജ്ഞാനി വന്നിട്ടുണ്ടായിരുന്നു. വാമൻ അദ്ദേഹത്തിനെ ഒറ്റയ്ക്ക് കണ്ടു. എന്നിട്ട് പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിനോട് തുറന്നു പറഞ്ഞു. ഇതിന് സമാധാനം വളരെ എളുപ്പമാണ്. നിങ്ങളുടെ 2 മക്കൾക്കും ഈ അത്ഭുത നാണയം നേടാനുള്ള യോഗ്യത ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അവർ രണ്ടുപേർക്കും പണത്തിന്റെ അഹങ്കാരമുണ്ട്. എന്നാ ഞാൻ പറയട്ടെ, അത്ഭുതമുള്ള ഈ നാണയം നിങ്ങള് യോഗ്യത ഉള്ള ആൾക്ക് കൊടുക്കുക. പക്ഷേ അങ്ങനെ ഒരാളെ ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സമാധാനം സമയം നിങ്ങൾക്ക് തരും. ജ്ഞാനിയുടെ അടുത്ത് പോയതിനു ശേഷം വാമൻ ചിന്തിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ ആ 3ാമത്തെ ആൾ ആരായിരിക്കും? ഈ അത്ഭുത നാണയം അർഹിക്കുന്ന ഒരാൾ. അപ്പോഴാണ് വാമൻ 2 മക്കളും തമ്മിലുള്ള ബഹളം കേട്ടത്. ഈ മുകേഷ് അവനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? അതെ, നീ പറഞ്ഞത് ശരിയാണ്. ഏത് നേരം ആൾക്കാരെ നന്മ മാത്രം ആലോചിക്കൂ. പക്ഷെ അവൻ കാരണം മാത്രമാണ് എന്റെ കള്ളിന്റെ ഫാക്ടറിയുടെ പെർമിഷൻ വരെ ക്യാൻസൽ ആയത്. ശരിയാ, എനിക്ക് നാട്ടുകാരുടെ സ്ഥലം പോലും മേടിക്കാൻ പറ്റിയില്ല.
ഇത് കേട്ടപ്പോ വാമൻ ചിന്തിക്കാൻ തുടങ്ങി, ഈ മുകേഷ് ആരാണ്? അതുകൊണ്ട് വാമൻ കയ്യില് ആ നാണയം എടുത്തിട്ട് മുകേഷിനെ അന്വേഷിച്ച് ഇറങ്ങി. ഒരു വയസ്സായ ഭിക്ഷക്കാരന്റെ രൂപത്തിലാണ് വാമൻ അവിടെ പോയത്. വാമൻ ഞൊണ്ടിക്കൊണ്ട് നടന്നു. ഭിക്ഷ ചോദിച്ചോണ്ട് വാമൻ മുകേഷിന്റെ വീട്ടിന്റെ അടുത്തെത്തി. മോനെ, എന്തെങ്കിലും കഴിക്കാൻ തരാമോ? ആഹാരം കഴിച്ച് ഒരുപാട് ദിവസങ്ങളായി. ഇത്ര മാത്രം കേട്ടതേ ഉള്ളൂ. മുകേഷ് വാമന്റെ അരികിലെത്തി. വാമനെ വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുപോയി അയാൾക്ക് ആഹാരം വിളമ്പി. മുകേഷ് കാണിച്ച ഈ പ്രവൃത്തി കണ്ടപ്പം വാമൻ ഒരുപാട് സന്തോഷമായി. വാമൻ കുറച്ചുനേരം മുകേഷിന്റെ അടുത്ത് സംസാരിക്കാമെന്ന് ചിന്തിച്ചു. മോനെ, നീ എന്നെ നിന്റെ വീട്ടിൽ വിളിച്ച് ആഹാരം തന്നു. എനിക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ട് നിനക്ക് വെച്ചിരുന്ന ആഹാരം ഞാൻ കഴിച്ചു. പക്ഷെ മോനെ, ഇനി നീ എന്ത് കഴിക്കും? നിന്റെ വീട് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല നീ അത്രയ്ക്ക് വലിയ പണക്കാരനാണെന്ന്. അമ്മാവ, ആഹാരം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിലല്ലേ. പിന്നെ എന്റെ ശീലം ഇതാണ്, വിശന്ന ഒരാൾ എന്റെ മുമ്പിൽ വന്നിരുന്നാൽ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാതെ എനിക്ക് കഴിക്കാനാകില്ല. അപ്പൊ ഞാൻ നിന്നെ കുറിച്ച് കേട്ടതെല്ലാം സത്യമായിരുന്നു. എന്താ പറഞ്ഞേ? ഞാനൊരു ഭിക്ഷക്കാരനൊന്നും അല്ല മോനെ, ഞാൻ ഭാമൻദാസ് ആണ്. നിർഭാഗ്യവശാൽ നരേന്ദ്രനും വീരേന്ദ്രന്റെ അച്ഛൻ. പക്ഷെ നിങ്ങൾ എന്തിനാ എന്റെ വീട്ടിൽ വന്നത്? നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ. നീ ഈ പരീക്ഷയില് ശരിക്കും വിജയിച്ചു. പിടിച്ചോളൂ, ഇതാണ് നിന്റെ സമ്മാനം. ഒരു നാണയമോ? ഇതൊരു സാധാരണ നാണയമല്ല മോനെ, ഇത് അത്ഭുതമുള്ള നാണയമാണ്. ഈ നാണയം നിന്റെ കയ്യിൽ ഉള്ളിടത്തോളം കാലം നിന്റെ വീട്ടില് പണത്തിനും ധാന്യത്തിനും ഒരു കുറവും ഉണ്ടാവില്ല. ഈ നാണയം എന്റെ അച്ഛന് ഒരു സിദ്ധനായിരുന്നു കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഭാഗ്യം തന്നെ മാറി. അദ്ദേഹം എനിക്കിത് തന്നു. പക്ഷെ എന്റെ രണ്ടു മക്കളും ഈ നാണയം അർഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാന് നിന്നെ ഒന്ന് പരീക്ഷിച്ചത്. ഇനി ഈ നാണയം നീ സൂക്ഷിച്ചു വെക്കണം. എപ്പോഴും ചെയ്യുന്ന പോലെ നീ എല്ലാവരെയും സഹായിക്കണം. പിന്നെ ഞാൻ ഇവിടെ വന്ന വിവരം ആരോടും പറയല്ലേ. ആ നാണയം മുകേഷിന്റെ കയ്യിൽ കൊടുത്ത് വാമൻ അവിടുന്ന് പുറപ്പെട്ടു. കുറച്ചു നാളുകൾക്ക് ശേഷം മുകേഷിന്റെ ഭാഗ്യം അങ്ങ് മാറി. അവനിപ്പോ ഒരു പണക്കാരനായി. ദിവസവും പാവങ്ങൾക്ക് ആഹാരം വെച്ചു കൊടുക്കുമായിരുന്നു. അവസാനം ആ അത്ഭുത നാണയം ശരിയായ കയ്യിലാണ് പോയി ചേർന്നത്. ഏതോ ഒരു ഗ്രാമത്തിൽ ആകാശും വികാസും എന്ന പേരുള്ള രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആകാശ് ഒരു പാവപ്പെട്ടവനും വികാസ് പണക്കാരനുമായിരുന്നു. ഇന്നലെ അച്ഛൻ ഒരു സയൻസ് എക്സിബിഷനിൽ പോയി. എന്നിട്ട് ഈ ഭൂതക്കണ്ണാടി മേടിച്ചു. നിങ്ങളൊക്കെ വലിയ പണക്കാരല്ലേ. ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ പിന്നെ ആ പണം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? എന്നാൽ വാ, ഞാൻ ഇന്നലെ നിനക്ക് മോരുവെള്ളം മേടിച്ചു തന്നില്ലേ? ഇന്ന് നീ സമോസ മേടിച്ചതാ. എന്നാ വാ, നമുക്ക് മാർക്കറ്റിൽ പോകാം. ആകാശും വികാസും മാർക്കറ്റിലേക്ക് പോയി. അവര് നോക്കിയപ്പം കടയില് ഒരുപാട് ആൾക്കൂട്ടം ഉണ്ട്. രണ്ട് സുഹൃത്തുക്കളും കടയുടെ അടുത്തേക്ക് പോയി. ചേട്ടാ, കടയിൽ എന്താ ഇത്രയും ആൾക്കൂട്ടം? സമൂസയുടെ പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. അതിന് നല്ല രുചിയുള്ള സമൂസയാണ്. ഒരു പ്രാവശ്യം കഴിച്ച പിന്നെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം തോന്നും. താ പണം താ, ഞാൻ 2 സമൂസ മേടിക്കട്ടെ. എനിക്ക് വേണ്ട, നീ മേടിച്ചോ. എനിക്ക് വയറ്റിൽ നല്ല സുഖം തോന്നുന്നില്ല. ആകാശ് അവന് വേണ്ടി അവിടുന്ന് ഒരു സമോസ മേടിക്കുമ്പോ അപ്പോഴാണ് വികാസിന്റെ ശ്രദ്ധ സമോസ വിൽക്കുന്ന ആളുടെ അടുത്തേക്ക് പോകുന്നത്. വികാസ് സമോസ വിൽക്കുന്ന ആളെ സംശയത്തോടു കൂടിയാണ് നോക്കിയത്. ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഒരു സമോസ കിട്ടിയത്. കൊള്ളാം, ഇത്രയും രുചിയുള്ള സമോസ ഞാൻ മുമ്പേ കഴിച്ചിട്ടേ ഇല്ല. നീ ഒന്ന് കഴിച്ചു നോക്ക്. ഒരു പ്രാവശ്യം കഴിച്ചാ എപ്പോഴും ചോദിക്കും. ഈ കടയുടെ പേരൊന്ന് നോക്കട്ടെ, നാളെ പിന്നെ വരാമല്ലോ. ആകാശ് കടയുടെ പേര് നോക്കി. കടയുടെ പേരായിരുന്നു അത്ഭുതമുള്ള സമോസ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്ത്? എല്ലാവരും ആ സമോസയെ കുറിച്ച് നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. അവര് പറയുന്നത് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുമെന്നാണ്. എനിക്ക് തോന്നുന്നത് ആ അത്ഭുതമുള്ള സമോസയിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ. ആ സമോസ വിൽക്കുന്ന ആളെ കണ്ടിട്ട് ഒരു സംശയം തോന്നുന്നു. നീ ആ ഡിറ്റക്റ്റീവ് നോവൽ പഠിച്ച് നിനക്ക് പ്രാന്തായെന്നാ തോന്നുന്നേ. വാ, വീട്ടിലേക്ക് പോവാം. നല്ല ഇരുട്ടായി, മഴ പെയ്യുമെന്നാ തോന്നുന്നേ. ആകാശും വികാസും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം ആകാശ് ഉറങ്ങി എണീറ്റപ്പോ പെട്ടെന്ന് അവന് അത്ഭുതമുള്ള സമൂസയുടെ കടയിൽ നിന്ന് ആ അത്ഭുതമുള്ള സമൂസ കഴിക്കണമെന്ന് തോന്നി. ആകാശിന് പാരമ്പര്യമായിട്ട് കട്ടിലുണ്ടാക്കുന്ന പണിയായിരുന്നു. മോനെ, രാംപാൽ അദ്ദേഹത്തിന് കട്ടിൽ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി അച്ഛാ. ആകാശ് കട്ടിലുണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിക്കാൻ ആകാശിനെ കൊണ്ട് ഒട്ടും പറ്റിയില്ല. അച്ഛാ, ഞാൻ സമോസ കഴിച്ചേച്ചു വരട്ടെ. ഇപ്പൊ തന്നെ വരാം.
2-3 ദിവസം ആകാശിന്റെ അച്ഛൻ അവനോടൊന്നും പറഞ്ഞില്ല. എന്നാലും ഒരു ദിവസം ആകാശ് വെളുപ്പാങ്കാലത്ത് സമോസ കഴിക്കാൻ പോകുമ്പോ അവന്റെ അച്ഛൻ അവനെ അവിടെ തടഞ്ഞു. എന്തിനാ നീ ദിവസം സമൂസ കഴിക്കാൻ പോകുന്നത്? സമൂസ കഴിച്ച് കഴിച്ച് നീ വെറുതെ വയറ് കേടാക്കുന്നു. ഇതിനു മുമ്പൊന്നും നീ ഇത്രയും സമൂസ കഴിച്ചിട്ടില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നീ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഇന്ന് നീ ഏതായാലും കഴിക്കാൻ പോകുന്നില്ല. പക്ഷേ അച്ഛ, സമൂസ കഴിച്ചില്ലെങ്കിൽ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. പോകാതിരിക്കാൻ വേണ്ടി ആകാശിന്റെ അച്ഛൻ ആകാശിന്റെ കയ്യെ കയറി പിടിച്ചു. പക്ഷെ എന്നിട്ടും ആകാശ് നിന്നില്ല. നാട്ടുകാരെ, എന്റെ മകന് ഭ്രാന്ത് പിടിച്ചു. അവനെ തടയാൻ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ആകാശിന്റെ അച്ഛൻ ആകാശിന്റെ കയ്യെ കയറി പിടിച്ചു. ആകാശിന്റെ അച്ഛനെ വേറൊരാള് പിടിച്ചു. എന്നിട്ട് അയാളെ വേറൊരാളും കൂടെ പിടിച്ചു. രണ്ടാമത്തെ ആളെ മൂന്നാമതും, മൂന്നാമത്തെ ആളെ നാലാമതും, അങ്ങനെ ഒരു മനുഷ്യ ചങ്ങല ഉണ്ടാക്കി. ആകാശ് അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് അവന്റെ കൈ പറിച്ചെടുത്തു. അങ്ങനെ ആ മനുഷ്യ ചങ്ങല അവിടെ തന്നെ വീണു. ആകാശ് അന്നും പോയിട്ട് സമോസ കഴിച്ചു. അടുത്ത ദിവസം ആകാശിന്റെ അച്ഛൻ വികാസിനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് പോയി. വികാസ് മോനെ, ആകാശിന് എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞൂടാ. മാർക്കറ്റില് അത്ഭുത സമൂസ എന്ന പേരുള്ള പുതിയ കട തുടങ്ങിയിട്ടുണ്ടല്ലോ. ഏതു നേരവും ആ കടയിലെ സമൂസ കഴിക്കാനാ പോകുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട അങ്കിൾ, ഞാനെല്ലാം നോക്കിക്കോളാം. അന്ന് രാത്രി അത്ഭുത സമോസയുടെ കടയിലെ ഉടമസ്ഥൻ കടയും പൂട്ടിയേച്ച് തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ വികാസ് അയാളെ ഒരു ഭൂത കണ്ണാടി വെച്ച് നോക്കി. വികാസ് ആ കടയുടെ ഉടമസ്ഥന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. അധികം താമസമൊന്നും ഇല്ലാതെ നാട്ടിലെ എല്ലാ ആൾക്കാരും സമോസ കഴിക്കാൻ വരും. നമ്മളിനി വലിയ പണക്കാരാകും. വിഡ്ഢിയായ ആ ഗ്രാമത്തിലെ ആൾക്കാർക്ക് ഈ കാര്യം അറിയത്തുമില്ലായിരുന്നു നിങ്ങൾ ഒരു കെമിസ്റ്റ് ആണ്. ആ സമൂസയില് മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ടെന്ന്. എന്നിട്ട് പിന്നെ അവർക്ക് ആ സമൂസ മാത്രം മതിയെന്നേ തോന്നുള്ളൂ. പതുക്കെ പറ, ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും എടുത്തിട്ട് അടിക്കും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം വികാസ് കേട്ടു. അടുത്ത ദിവസം വികാസ് കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ആ അത്ഭുത സമോസയുടെ കടയുടെ മുമ്പിലേക്ക് പോയി. എന്താ പ്രശ്നം? നിങ്ങൾ എല്ലാവരും എന്തിനാ ഇവിടെ വന്നത്? ഈ കാര്യം ഞങ്ങൾ നിങ്ങളോട് പിന്നീട് പറയാം. മുഖിയ ചിറ്റപ്പ, ആദ്യം നിങ്ങൾ സമോസ കഴിക്ക്. മുഖിയ ചിറ്റപ്പൻ ആ സമോസ കഴിച്ചു. ഇനിയും സമോസ കഴിക്കണം എന്നാണ് എന്റെ മനസ്സ് എന്നോടിപ്പോ പറയുന്നത്. മര്യാദയ്ക്ക് സത്യം പറയണം. നീ നിന്റെ സമോസയിൽ എന്താ ചേർക്കുന്നത്? എന്റെ സമോസയില് ഉരുളക്കിഴങ്ങും അതിന്റെ മസാല അല്ലാതെ വേറെ ഒന്നും ചേർക്കില്ല. സത്യം തുറന്നു പറഞ്ഞോണം, ഇല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. പോലീസ് എന്ന് കേട്ടപ്പോ തന്നെ ആ കടയുടെ ഉടമസ്ഥൻ പേടിച്ചു പോയി. എന്നിട്ട് ചെയ്ത തെറ്റെല്ലാം ഏറ്റു പറഞ്ഞു. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ വിൽപ്പന കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്റെ സമോസയില് മയക്കുമരുന്ന് ചേർക്കുന്നത്. എന്നാലേ ആൾക്കാരിൽ സമോസ കഴിക്കാനുള്ള ആഗ്രഹം കൂടൂ. എന്നിട്ട് അവര് എപ്പോഴും സമോസ കഴിക്കാൻ വേണ്ടി എന്റെ കടയിലേക്ക് വരും. വികാസ് എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിപ്പിച്ചു. പോലീസ് അവിടെ എത്തി ആ കെമിസ്റ്റിനെ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നത്, പുറത്തുണ്ടാക്കുന്ന സാധനങ്ങൾ എപ്പോഴും അധികം ഒന്നും കഴിക്കാൻ പാടില്ലെന്ന്.